മധ്യ കേരളത്തിലെ പ്രസിദ്ധമായ മച്ചാട് മാമാങ്കവും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് വ്യത്യസ്തതയുള്ള പറപ്പുറപ്പാടും ആദ്യമായി ചുമർ ചിത്രമായി ഒരുങ്ങുന്നു. മച്ചാട് തിരുവാണിക്കാവിലെ മാമാങ്കത്തിന് മുന്നോടിയായി നടക്കുന്ന പറപ്പുറപ്പാടിൽ ഭഗവതിയുടെ ചൈതന്യം തന്നിലേക്ക് ആവാഹിച്ച് എടപ്പന്മാരുടെ തോളിലേറി പറയെടുക്കുന്ന അരീക്കര ഇല്ലത്തെ ജയരാജ് ഇളയതിന്റെ കുടുംബത്തിലാണ് ചുമർ ചിത്രം ഒരുങ്ങുന്നത് എന്നതും ഏറെ പ്രത്യേകതയാണ്. ഏറെക്കാലത്തെ ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായതെന്ന് ജയരാജ് ഇളയത് പറഞ്ഞു. മാമാങ്കവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം, അത് നമ്മുടെ പ്രകൃതിയ രീതിയിലുള്ള ചിത്രം ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പലതരത്തിലുള്ള ചിത്രങ്ങളും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കേരള മ്യൂറൽ രീതിയിലുള്ള ചിത്രങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ട്. മാമാങ്കം എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ഉത്സവം മാത്രമല്ല, അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാർഷിക ഉത്സവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതൊരു പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് ഒരുപാട് കാലത്തെ ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണമാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 2 മാസമായിട്ട് എൻ്റെ സഹോദരി ഭർത്താവ് കൂടിയായിട്ടുള്ള പ്രശസ്ത ചിത്രകാരൻ അജിതൻ പുതുമനയാണ് ഈ ചിത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതിൽ വർക്ക് പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ഇനിയും കുറച്ച് നാളുകൾ കൂടി വർക്ക് ചെയ്യേണ്ടി വരും. മാമാങ്കത്തുമായി ബന്ധപ്പെട്ട് മാമാങ്കത്തിൻ്റെ നടക്കുന്ന തിരുവാണിക്കാവ് ക്ഷേത്രം, അതുപോലെ പറ പുറപ്പെട്ട് ഭഗവതിയുടെ ആലിനോടുള്ള പ്രദക്ഷിണം, ക്ഷേത്ര പ്രദക്ഷിണം, പറയെടുപ്പ്, അതുപോലെ തന്നെ കുതിരവരവ്, ഹരിജൻ പൂരം, കുംഭക്കുടം തുടങ്ങി മാമാങ്കത്തിൻ്റെ എല്ലാ മേഖലകളും സ്പർശിച്ചുകൊണ്ടുള്ള വളരെ ബൃഹത്തായ ഒരു ചുമർ ചിത്രമാണ് ഇത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് മാമാങ്കം ചുമർ ചിത്ര രീതിയിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചിത്രമായിരിക്കാം ഇത് എന്ന് തോന്നുന്നു. അത് ഞങ്ങളുടെ മാമാങ്കവുമായി ബന്ധപ്പെട്ട അരീക്കര ഇല്ലത്ത് വരണം എന്നുള്ളത് തന്നെ ഞങ്ങളുടെ വളരെ കാലത്തെ ആഗ്രഹമാണ് അജിതൻ പുതുമന ഈ വഴിയിലൂടെ നിർവഹിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്. ജയരാജ് ഇളയതിന്റെ സഹോദരി ഭർത്താവ് കൂടിയായ ചുമർ ചിത്ര കലാകാരൻ ഒല്ലൂർ പുതുമന അജിതനാണ് ചിത്രം ഒരുക്കുന്നത്. പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ചിത്രരചന നടത്തുന്നത്. ഏറെക്കാലത്തെ പഠനത്തിനു ശേഷം കഴിഞ്ഞ 2 മാസമായി അജിതൻ ചുമർ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ്. മാമാങ്കത്തിന്റെ കൂറയിടൽ ചടങ്ങു മുതൽ മാമാങ്കം കഴിഞ്ഞുള്ള 7ാം പൂജ വരെ നടക്കുന്ന ചടങ്ങുകൾ ചിത്രരചനയിലുണ്ട്. പച്ചപ്പട്ടണിഞ്ഞ മാമലകളും പൊയ്ക്കുതിരകളും പറയെടുപ്പും ആണ്ടി, തിറ, പൂതൻ തുടങ്ങിയ കലാരൂപങ്ങളും തനിമ ചോരാതെ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരുടെ ശിഷ്യനാണ് അജിതൻ പുതുമന. ഈ ചിത്രം വരയ്ക്കാനായിട്ട് ജയൻ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ കുറേ ഐഡിയകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ സ്ഥിരം ഒരു സന്ദർശകനായിരുന്നു ഈ മച്ചാട് മാമാങ്കത്തിന്. അപ്പോൾ അത് ഭയങ്കര കളർഫുള്ളായിരിക്കും എന്ന് എനിക്ക് മനസ്സിൽ തോന്നിയത്. അങ്ങനെ ഒരു നല്ലൊരു ആശയമാണെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയത്. അത് ചിത്രത്തിലാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിലൊരു ആഹ്ലാദവും, അതുപോലെ അത് എങ്ങനെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളൊരു ചലഞ്ചിങ് ഒരു സംഭവമായിരുന്നു. കാരണം ഒരു ചെറിയ ക്യാൻവാസിൽ ഇത്രയധികം ഫിഗേഴ്സിനെ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ അത് എങ്ങനെ വരും എന്നുള്ളത് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിരുന്നു. കാരണം കുറേ സ്കെച്ചുകൾ ഇട്ടു, അതിന് വേണ്ടുന്ന കുറേ റെഫറൻസ് ഇതിനു വേണ്ടി കുറേ നാൾ അതിൻ്റെ പിന്നാലെ നടന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ ഈ പെയിൻറ്റിങ്സിലേക്ക് വന്നത്. കാരണം ഇതിനു വേണ്ടി കുറേ ഡ്രോയിങ്ങുകൾ ഞാൻ ചെയ്തു. പിന്നെ ഒരു 8x4 സൈസാണ് ഈ ക്യാൻവാസ് വരുന്നത്. അപ്പോൾ ഇത്രയും ഫിഗറുകൾ ഇത്രയും ചെറിയ ക്യാൻവാസിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണത്. കാരണം ശരിക്കൊരു ചിത്രം നമ്മൾ ആസ്വദിക്കുമ്പോൾ അതിൻ്റെ ഐക്കണോഗ്രാഫി, അതിൻ്റെ ഡ്രോയിങ്, അതിൻ്റെ അതിൻ്റെ രൂപീകരണം, ഏകീകരണമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കളർ എന്ന് പറയുന്നത് സെക്കൻഡറി വരുന്നത്, സ്കെച്ചാണ് അതിന് മെയിൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പോസിങ് ഭയങ്കര റിസ്ക് ആയിരുന്നു. ശരിക്കും ടൈം എടുത്തത് അതിന് വേണ്ടിയിട്ടാണ്. കമ്പോസിങ് കഴിഞ്ഞ ശേഷമാണ് പിന്നെ കളറിലേക്ക് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ കളറിങ് എല്ലാം കൂടി വന്നപ്പോൾ ഭയങ്കരമായിട്ട് നല്ലൊരു ഇതിലേക്ക് വന്നു. എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചേക്കാൻ നല്ലൊരു റിസൾട്ട് ഈ പെയിൻറ്റിങ്ങിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റി. ശരിക്കും നമ്മുടെ വള്ളുവനാടൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു കൂടിച്ചേരലാണല്ലോ മച്ചാട് മാമാങ്കം പറയുന്നത്. മതമൈത്രിയാണ് ശരിക്കും. അത് എല്ലാ മതങ്ങളും കൂടിച്ചേർന്ന് ഭയങ്കര ദേശത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് വരുന്നൊരു സംഭവമല്ലേ. അപ്പോൾ ആ രീതിയിൽ ഒരു ഉത്സവം എന്നുള്ളൊരു മനസ്സിനെ ആഹ്ലാദപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് ഞാൻ പെയിൻറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. തെയ്യം, തിറ, അതുപോലെ ഈ എന്താ പറയുക കുംഭക്കുടത്തിൻ്റെത്, അതുപോലെ ഈ
മറ്റേ കുട അങ്ങനെയുള്ള കുതിരകളും പിന്നെ മലയുടെ ഒരു പശ്ചാത്തലം വരുന്നുണ്ട്. വടക്കഞ്ചേരി പ്രദേശത്തിൻ്റെ മല, തെങ്ങുകൾ, പ്രകൃതിയെ ശരിക്കും അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ടുള്ളൊരു സംയോജനമായിട്ടാണ് ഈ മച്ചാട് മാമാങ്കത്തിനെ ഒരു പെയിൻറ്റിങ് രൂപത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഗുരുവായൂർ ചുമർ ചിത്ര പഠന കേന്ദ്രത്തിൽ ആദ്യത്തെ ബാച്ചിൽ 5 വർഷത്തെ നാഷണൽ ഡിപ്ലോമ കോഴ്സ് പാസ്സായ ഒല്ലൂർ സ്വദേശി അജിതൻ പുതുമന കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, കരിപ്പൂർ വിമാനത്താവളം തുടങ്ങി കേരളത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ ചുമർ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. മച്ചാട് തിരുവാണിക്കാവിലെ മാമാങ്കവും ക്ഷേത്രത്തിലെ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളും ചിത്രരചനയിൽ പകർത്തിയത് തട്ടകവാസികൾക്ക് ഏറെ കൗതുകമായിട്ടുണ്ട്. കൾച്ചറൽ ഡെസ്ക്, എനി ടൈം ന്യൂസ്. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുള്ളിരുട്ട. ദാ ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.